എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ് കേരള സ്റ്റേറ്റ് സാക്ഷരതാ മിഷൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള SSLC ചരിത്ര പാഠത്തിലെ ഒരു അധ്യായം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. വരുന്ന മാസത്തിലാണ് ഇതിൻ്റെ പരീക്ഷകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് ഗുണകരമാകും. പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ പാഠത്തിലേക്ക് ഞങ്ങൾ കടക്കാം. അതിൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ടെസ്റ്റിലെ 8ാമത്തെ അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ഏറ്റവും ബൃഹത്തായതും ഏറ്റവും വിശിഷ്ടമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാ ഭാഗവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മൗലിക അവകാശങ്ങൾ എന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം മാത്രമാണ്. അതോടൊപ്പം മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തോടൊപ്പം തന്നെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് നമ്മളിതിനെ ഇംഗ്ലീഷ് പറയുക. മൗലിക അവകാശങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ്. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രധാനപ്പെട്ട 2 ഭാഗമാണ്. ഇത് നമുക്കറിയാം. ആമുഖത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സ്വകാര്യത മൗലിക അവകാശം, സുപ്രീം കോടതി. വായിക്കാം നമുക്ക്. സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ഇത് സംബന്ധിച്ച മുൻകാല വിധികൾ ഇതോടെ റദ്ദായി. ഭരണഘടനയുടെ 21ാം വകുപ്പ് വിപുലപ്പെടുത്തുന്നതാണ് ഈ വിധി. അപ്പോൾ ഈ വിധി നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ സ്വകാര്യത എന്നുള്ളത് ഒരു മൗലിക അവകാശമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് സ്വകാര്യത അത്ര മൈന്യൂട്ടായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായ ചർച്ചയൊന്നും വന്നിരുന്നില്ല. പക്ഷേ പിന്നീടാണ് സ്വകാര്യത മൗലിക അവകാശമായി വന്നത്. അപ്പോൾ സ്വകാര്യതയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വ്യക്തികളുടെ സ്വകാര്യതയാണ് കാര്യമായി ഇതിൽ പ്രതിപാദിക്കുന്നത്. അത് നമുക്ക് വായിക്കുമ്പം തുടർന്ന് പാഠഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് വായിച്ച് നമുക്ക് പോകാം. അപ്പോൾ സമീപകാലത്ത് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധികളിൽ സുപ്രധാനമായ ഒന്നാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സമാനമായ മറ്റേതെങ്കിലും വിധി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇതിന് മുമ്പ് മൗലിക അവകാശമായിരുന്നില്ല. ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇനി എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തെങ്കിലും മാത്രമേ അത് സ്വകാര്യത എന്നുള്ള അവകാശത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ തന്നെ ഒരു ഭാഗം കാണാം. രാജ്യത്തെ പരമോന്നത നിയമപരമായ ഭരണഘടന ഉൾപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും തുല്യനിലയിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇത്തരം അവകാശങ്ങളെ മൗലികമാക്കുന്ന ഘടകങ്ങൾ നിരീക്ഷിക്കുക. അതായത് രാജ്യത്തെ പരമോന്നത നിയമപരമായ ഭരണഘടന, നമുക്കറിയാം ഭരണഘടനയാണ് ഇന്ത്യയുടെ നിയമത്തെ നയിക്കുന്ന അടിസ്ഥാന ശില. ആ ഭരണഘടനയിലുള്ള കാര്യമാണ് നിയമങ്ങളായി ഞങ്ങൾ പല തരത്തിലും വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പരമോന്നത നിയമമായ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി, ഭരണഘടനയാണ് നമ്മൾ പരമോന്നത നിയമം, എല്ലാ ജനങ്ങൾക്കും തുല്യനിലയിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അതായത് എല്ലാ പൗരന്മാർക്കും നൽകുന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അതാണ് ചിന്തിക്കുന്നത്. മൗലിക അവകാശം എന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ. അതൊരു വ്യത്യാസമില്ലാതെ ജാതി, മതം, വർഗം ഒരു വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാർക്കും, സ്ത്രീ, പുരുഷൻ എല്ലാ പൗരന്മാർക്കും ഗ്യാരണ്ടി, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് സം റൈറ്റ്സ്, ദ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് നോക്കാം. അതായത് അതിൽ മറ്റ് പോയിൻ്റ് പറയുന്നത്, മറ്റ് പോയിൻ്റ് ഇവിടെ വലത്തുഭാഗത്ത് നമുക്ക് കാണാം എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത്. അതായത് ഒന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം,
സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അതായത് ഈ 6 മെയിൻ അവകാശങ്ങൾ ആണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത്. ഞാൻ പറഞ്ഞു, ഈ 6 അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും ലഭ്യമാക്കേണ്ടതുണ്ട്, ലഭിച്ചിരിക്കണം. അതിന് സൈഡായിട്ട് കുറേ അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട്. ഇത് ചുരുക്കി പറയുന്ന കാര്യമാണ് ഈ 6 അവകാശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം കാണാം, യാതൊരു കാരണവശാലും അവ നിഷേധിക്കാൻ പാടില്ല. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമുക്ക് നിഷേധിക്കാൻ പാടില്ല. ഏതൊരു സ്ഥാപനവും, സർക്കാർ സ്ഥാപനമായിക്കൊള്ളട്ടെ, ഒരു വ്യക്തിയായിക്കോട്ടെ, ഗവൺമെൻറ് തന്നെ ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഒരു നേതൃത്വമായിക്കോട്ടെ, ആരായാലും ഈ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാം. അതാണ് അതിൻ്റെ കാര്യമായൊരു ഭാഗം. അത് ഉറപ്പു നൽകുന്നത്, അടുത്ത പോയിൻ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം, പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് അനിവാര്യമാണ് അത്. അതുപോലെ തന്നെ അന്തസ്സോടെയുള്ള ജീവിതം നയിക്കുന്നതിനാവശ്യമായ അവകാശങ്ങളാണ്. അപ്പോൾ 6 മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്? 6 മൗലികാവകാശങ്ങൾ അത് ഏതൊക്കെ ഘടകങ്ങൾ അതോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് നോക്കണം. അതായത് യാതൊരു കാരണവശാലും അവ നിഷേധിക്കാൻ പാടില്ല. പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് അനിവാര്യമായവയാണവ. അന്തസ്സോടെയുള്ള ജീവിതം നയിക്കുന്നതിനാവശ്യമായ അവകാശങ്ങളാണ്. അപ്പോൾ ചില അവകാശങ്ങൾ മൗലികം എന്നത് വിശേഷിപ്പിക്കുന്ന കാരണം എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇവ മൗലികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, പിന്നെ ആവശ്യമായവ, ഫണ്ടമെൻ്റലായിരിക്കുന്ന എന്താണ് അത്? പിന്നെ മറ്റ് അതിൻ്റെ സാഹചര്യം, മൗലികാവകാശം രൂപപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം എന്താണെന്ന് നോക്കുക. ഒരു അവകാശ പത്രിക എന്ന ബോക്സ് കൊടുത്താണ്, അത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക അവകാശ പത്രിക എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ മൗലിക അവകാശങ്ങൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് അവകാശ പത്രിക എന്ന മറ്റൊരു പേര് കൊടുത്തുകൊണ്ടാണ്. എല്ലാ രാജ്യങ്ങളും അവരുടേതായ ഭരണഘടനയിൽ പല പൗരന് ഉറപ്പ് നൽകുന്ന പല കാര്യങ്ങളുണ്ട്. അതാണ് അവകാശ പത്രിക. ഇവിടെ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. അതാണ് ആ ബോക്സ് കൊടുത്തതിൻ്റെ പോയിൻ്റ്. ഇനി സ്വത്തവകാശം നമുക്കറിയാം. ഈ ഭരണഘടന ആദ്യകാലത്ത് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത്, സ്വത്തിനുള്ള അവകാശം. അപ്പോൾ സ്വത്തവകാശത്തിന് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് നമുക്കിവിടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ പൗരന് ഉറപ്പ് നൽകിയിരുന്നു. നമുക്ക് ഇവിടെ കാണാം, മുകളിൽ 6 മാത്രമേ കാണുന്നുള്ളൂ. ഈ 7ാമത്തെ ഒന്നാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തിനുള്ള അവകാശം എന്നുള്ളത്. ഇത് മൗലികാവകാശമായി 34ാം വകുപ്പിലൂടെ ഭരണഘടന ഉൾപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് നിയമാനുസൃതം സ്വത്ത് സമ്പാദിക്കുന്നതിൽ, കൈവശം വെച്ച് അനുഭവിക്കുന്നതിനും ഉള്ള അവകാശം മൗലികാവകാശമായിരുന്നു. സ്വത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്നത് അന്ന് മൗലികാവകാശമായിരുന്നു. പക്ഷേ 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒരു സാധാരണ അവകാശമായി മാറി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല, ഒരു സാധാരണ അവകാശമായി മാറുകയാണ്. ഇതിനായി 300A വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ സ്വത്തവകാശം മൗലികാവകാശമല്ല എന്ന് നമുക്ക് ഇതോടുകൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇനിയിപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് നെഹ്റു റിപ്പോർട്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലികാവകാശം രൂപീകരിക്കണത്തിൽ പ്രഥമ സ്ഥാനം നെഹ്റു റിപ്പോർട്ടിനാണ്. ന്യൂഡൽഹിയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനം മോട്ടിലാൽ നെഹ്റു അധ്യക്ഷനായി സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ നിയമത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഇത് നെഹ്റു കമ്മിറ്റി എന്നറിയപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക 1928 നെഹ്റു റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പിൽക്കാലത്ത് മൗലികാവകാശങ്ങൾ രൂപപ്പെട്ടത്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 1928 ഒരു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന 6ഓളം മൗലികാവകാശങ്ങൾ ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാത്ത ആൾ നെഹ്റു റിപ്പോർട്ട് ചോദിക്കാം, അതോടൊപ്പം തന്നെ അവകാശ പത്രിക ചോദിക്കാം. ഇവ 2 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നെഹ്റു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത്
അതായത് നെഹ്റു ന്യൂഡൽഹിയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനം മോട്ടിലാൽ നെഹ്റു അധ്യക്ഷനായി സ്വാതന്ത്ര്യം നടപ്പിലാക്കേണ്ട ഭരണഘടനാ നിയമത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി നിയമിച്ചു. ഇത് നെഹ്റു കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ഇത് നെഹ്റു കമ്മിറ്റി. എന്താണ് നെഹ്റു കമ്മിറ്റി? അതിൻ്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നതും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ രൂപം നൽകുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പം മറ്റ് ഭാഗങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞു, ഇന്ത്യൻ പൗരന് 6 മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൗലിക അവകാശങ്ങൾ ഏതെല്ലാം തരത്തിലെ ആണ് പൗരന് ലഭ്യമാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സമ്മറിയായിട്ട് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം മൗലിക അവകാശം സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു റിലീജിയൻ, അതുപോലെ തന്നെ സാംസ്കാരികം വിദ്യാഭ്യാസപര അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷണൽ കൾച്ചറൽ റൈറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. അപ്പോൾ ഇത് 6ഓളം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് വിശദീകരിച്ച് ചർച്ച ചെയ്താൽ മാത്രമേ നമുക്കത് എന്താണ് ആ സമത്വത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചേർത്തുകൊണ്ടാണ് സമത്വത്തിലുള്ള അവകാശം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സമത്വം മെയിനായിട്ടും വരുന്നത് സമത്വത്തിലുള്ള നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള സമത്വമാണ്. അവിടെ നിയമത്തിൽ എവരിബഡി ഈസ് ഈക്വൽ ബിഫോർ ലോ എന്നുള്ളതാണ് സമത്വത്തിനുള്ള അവകാശം. അത് സബ് ഹെഡിങ്ങായി വരുന്നത് നമുക്കൊരു അവകാശം എല്ലാ തലത്തിലും നമുക്കൊരു സ്ത്രീ പുരുഷന്മാരായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ അവസര സമത്വം ലഭ്യമാക്കുന്ന ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നിയമത്തിന് മുന്നിലായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഭരണഘടന തുല്യമായ ഒരു പരിഗണനയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചാൽ ഇവിടെ നമുക്ക് ബോധ്യമാകും. ജാതീയമായ അസമത്വവും വിവേചനവും നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിലേത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാത്തരം അസമത്വങ്ങളും അവസാനിപ്പിച്ച് സമത്വം കൈവരിക്കുന്നതിനാണ് സമത്വത്തിനുള്ള അവകാശം ലക്ഷ്യപ്പെടുന്നത്. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാത്തരം അസമത്വങ്ങളും അവസാനിപ്പിച്ച് സമത്വം കൈവരിക്കുകയാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അസമത്വം, ജാതീയ അസമത്വം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അസമത്വം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മറ്റ് ആരാധനയിലെ അസമത്വം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല തുല്യത പലതും വിവേചനങ്ങൾ അവിടെ ഇവിടെയും പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭരണഘടനയിൽ ഒരു പൗരനായിട്ടാണ് ഭരണഘടന നമ്മളെ കാണുന്നത്. അപ്പോൾ പൗരൻ എല്ലാവരും അവിടെ തുല്യമാണ്. അപ്പോൾ ഏതൊക്കെ ഇതാണ് തുല്യതയ്ക്ക് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന നിയമത്തിനുള്ള മുന്നിൽ സമത്വം, ഈക്വാലിറ്റി ബിഫോർ ലോ, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, വിവേചനം അവസാനിക്കൽ, അവസര സമത്വം ഉറപ്പാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അപ്പോൾ ഇതിന് നമുക്ക് വിശദീകരിക്കാൻ പറയാം. നിയമത്തിന് മുമ്പിൽ സമത്വം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും എത്ര വലിയ പദവി വഹിക്കുന്നവരാനും നിയമത്തിന് മുമ്പിൽ കോടതികളിലെത്തുമ്പോഴും എല്ലാവരും അവിടെ തുല്യരാണ്. അവിടെ പ്രത്യേക ഒരു പ്രിവിലേജും അവരുടെ മുമ്പിലില്ല. പിന്നെ ഭരണഘടന കൊടുക്കുന്ന ചില രാഷ്ട്രീയമായ ചില അധികാര കേന്ദ്രത്തിൽ ചില പ്രിവിലേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും പൊതുവെ നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എല്ലാവരും. പിന്നെ വിവേചനം പരിഗണന പ്രത്യേകിച്ചുള്ള ഒരു തരംതിരിവ് അവിടെ ഉണ്ടാവില്ല അവിടെ ഏത് കാര്യത്തിലും. പിന്നെ അവസര സമത്വം ഉറപ്പാക്കൽ. അവസര സമത്വം എന്ന് പറയുന്നത് ഒരു ജോലിക്കുള്ള അവസരമായിക്കോട്ടെ, എല്ലാ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജാതി പരിഗണന കൊടുക്കാതെ തുല്യരാണ്. അവസരങ്ങൾക്കുള്ള സമത്വമുണ്ട്. അതുപോലെ തന്നെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അവർ വിവേചനം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള അതെല്ലാം പിന്നെ നിർത്തലാക്കൽ എന്ന് വരാം. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. നമുക്കറിയാം തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനം ഉണ്ടായിരുന്നു. ഇതൊക്കെ അവസമത്വമായിട്ടാണ് ഈ ഭരണഘടന മുമ്പിൽ കാണുന്നത്. ഇതൊക്കെ ഇല്ല, ഈ അസമത്വം ഇല്ലാതാക്കി സമത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ സമത്വത്തിനുള്ള അവകാശമായി ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് ഈക്വാലിറ്റി എന്ന ഒരു ഒന്നാമത്തെ അവകാശമായി നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്.
അപ്പോൾ സമത്വത്തിലുള്ള വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും, സമത്വാവകാശ പ്രഖ്യാപനം കൊണ്ട് മാത്രം സമത്വ നേട്ടങ്ങൾ എല്ലാവരും എത്തിക്കാൻ കഴിയില്ല. നൂറ്റാണ്ടുകളായി അസമത്വം നിലനിന്ന സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് സമത്വാവകാശത്തിന് നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ ചില അനുകൂല നടപടികൾ ആവശ്യമാണ്. രാജ്യത്ത് ഭരണഘടനാപരമായി നടപ്പിലാക്കുന്ന അനുകൂല നടപടികൾ ആണ് എഴുതി പട്ടിക വിപുലീകരിക്കുക. അപ്പം സമത്വം ഉണ്ട് എന്ന് ഒറ്റ പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും അത് ജനങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല. അത് ഉദാഹരണം നോക്കാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്തി. നമുക്കറിയാം സമത്വം ഉണ്ടെങ്കിലും ഈ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗക്ക് ഭരണഘടനയിൽ പ്രത്യേക സംവരണം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സമത്വം അവരെ ഉയർത്തിക്കൊണ്ടുവരിക, മുഖ്യധാരയിൽ അവർ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൊണ്ടാണ് സംവരണം കൊണ്ടുവന്നത്. അപ്പോൾ ഈ സംവരണം പട്ടികജാതിക്കാർ കൊടുത്തത് ഈ സമത്വം നടപ്പിലാക്കുക എന്നുള്ള തത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ കുറച്ച് അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം സ്ത്രീ സമത്വം, അതുപോലെ തന്നെ ജെൻഡർ സമത്വം, പിന്നെ ഈ മൂന്നാം എന്താ പറയുക വിഭാഗമായ ഈ ജെൻഡർ ന്യൂട്രൽ ജെൻഡറിലായിരിക്കുന്ന പുരുഷ വിഭാഗത്തിന് പരിഗണന തുല്യ പദവി കൊടുത്തു. അത് ഇലക്ടറൽ റോളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ പേരുന്നു വന്നു. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കുള്ള അസമത്വം ഉണ്ടായിരുന്നു. നമുക്ക് ചില ജോലികളിൽ സ്ത്രീകൾക്ക് നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് പോലും സ്ത്രീകളെ ചില ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷേ അതുപോലും ഇവിടെ സമത്വത്തിൻ്റെ ഭാഗമായി അവരെ ഉൾക്കൊള്ളാൻ തുടങ്ങിയെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സമത്വം നിലനിർത്താൻ വേണ്ടി സർക്കാർ ഭരണഘടനയിൽ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഭരണഘടനയിലുള്ള ഈ ആശയങ്ങൾ ഉൾപ്പെടുത്തി പോളിസികൾ കൊണ്ടുവന്നാൽ മാത്രമേ സമത്വം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേന്ദ്ര നിയമവ്യവസ്ഥയായാലും സംസ്ഥാന നിയമവ്യവസ്ഥയായാലും ഈ സമത്വം എന്നുള്ള ഈക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആശയം വെച്ചുകൊണ്ട് മുന്നോട്ട് നടപടി കൊടുത്താൽ മാത്രമേ ഈ സമത്വം എന്ന വിശിഷ്ടമായ നമ്മളുടെ അടിസ്ഥാനപരമായ മൗലിക അവകാശങ്ങളിൽ നിന്നുള്ള നമുക്ക് ആ കൺസെപ്റ്റ് ആശയം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ സമത്വാവകാശം പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ, അതൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സമത്വാവകാശം അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത് വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകാം, അതോടൊപ്പം തന്നെ സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടാകാം, അതോടൊപ്പം തന്നെ 18 വയസ്സിൽ ഏജ് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന അതുപോലെ പിന്നെ അവകാശങ്ങൾ വരാം. അതുപോലെ തന്നെ ജോലി സ്വീകരിക്കാനുള്ള അവകാശങ്ങൾ. അപ്പോൾ ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം എന്നാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെ നമുക്കറിയാം, നോക്കിയാൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ദിവസം കാണുന്ന നോക്കുക നിങ്ങൾ. സംസാരത്തിനും ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായ ആയുധമില്ലാത്ത സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏതു തൊഴിലും വ്യാപാരവും വാണിജ്യവും എന്നിവയും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, സ്വതന്ത്രമായ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. നമുക്ക് അഭിപ്രായം, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയും. നമുക്ക് അഭിപ്രായം പറയാനുള്ള, ആരുടെ മുന്നിലും അഭിപ്രായം പറയാനുള്ള, ഏത് വേദിയിലും നമ്മുടെ ആശയങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായി റൈറ്റ് ടു അസംബ്ലി എന്ന് പറയുന്നുണ്ട്. സമാധാനപരമായി സമ്മേളിക്കുക, ആയുധമില്ലാതെ നമുക്ക് സമ്മേളിക്കാം, കൂടിച്ചേർന്നിട്ട് എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിൽ നമുക്ക് അസംബിൾ ചെയ്യാം, കൂടിച്ചേരാനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഏത് തൊഴിലും സ്വീകരിക്കാം, ഏത് കച്ചവടം നടത്താം. അതുപോലെ തന്നെ രാജ്യത്ത് റൈറ്റ് ടു മൂവ്, രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യതയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അതിൽ തന്നെ പിന്നീട് സംഘടനാ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ്. ഒരു വ്യവസായ മേഖലയിൽ ജോലി സ്ഥലത്ത് നമുക്കവിടെ സംഘടന രൂപീകരിക്കാം, അത് നിയമപരമായി അനുശാസിക്കുന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനം നമുക്ക് നടത്താം. അതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും സ്ഥിര താമസമാക്കാനുള്ള സ്വാതന്ത്ര്യം.
അപ്പോൾ ഇതുവെല്ലാം മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ഈ സ്വാതന്ത്ര്യങ്ങൾ ഒരിക്കലും അനിയന്ത്രിതമല്ല. രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യം എന്നിവ ലക്ഷ്യമിട്ട് അനുയോജ്യമായ ചില നിയന്ത്രണങ്ങൾ രാഷ്ട്രത്തിന് ഏർപ്പെടുത്താം. അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിലും രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സമൂഹത്തിന് ഉത്തമ താല്പര്യം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഭരണഘടന ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായ അർത്ഥത്തിൽ നൽകിയാൽ ചില സന്ദർഭങ്ങളിൽ അത് നിയന്ത്രണ അതീതമാവും. അത് ഭരണഘടനയിലെയും ഗവൺമെൻറ്റിനോ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിയന്ത്രണം വരുത്തിയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സമൂഹത്തിൻ്റെ ഉത്തമ നിയന്ത്രണങ്ങൾ രാഷ്ട്രത്തിന് ഏർപ്പെടുത്താം, ചില നിയന്ത്രണങ്ങൾ രാഷ്ട്രത്തിന് ഏർപ്പെടുത്താം. ഒരു പോയിൻ്റ് കാണുന്നുണ്ടല്ലോ, അതാണത്. അതുപോലെ തന്നെ ഇവ കൂടാതെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം, അതുപോലെ തന്നെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം ഒരു അവകാശമാണ്. അന്യായമായ അറസ്റ്റ്, തടങ്കൽ എന്നിവയിൽ സംരക്ഷണം തുടങ്ങിയവയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. ഇവയൊക്കെ നമുക്ക് ജനാധിപത്യ ജീവിതം ഉറപ്പു നൽകുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് മെയിനായിട്ട് വരുന്നത്. അത് സമൂഹത്തിൻ്റെ മൊത്തം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യം പറയുന്ന ഈ പോയിൻ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് ഈ ബോക്സിൽ കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഭരണഘടന നിലവിൽ വരുമ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നില്ല. 2010 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമാക്കി. അവകാശം ഒരു മൗലികാവകാശമാക്കിയോടുകൂടി ഇതിനായി 21A വകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് 21A വകുപ്പ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് ഈ സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയതുകൊണ്ടാണ് നമുക്ക് നിർബന്ധിത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷനും ബന്ധപ്പെട്ട സർക്കാരുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നിർബന്ധിതമാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള അവകാശം ഒന്നും കൂടി അതിൽ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് നോക്കാം. പിന്നീട് വരുന്നത് മൗലിക സ്വാതന്ത്ര്യത്തിനുള്ള മേലുള്ള നിയന്ത്രണം. അപ്പം മൗലിക സ്വാതന്ത്ര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ അവിടെ ചർച്ച ചെയ്തു. കാര്യമായി 2 റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വാലിറ്റി എന്നൊക്കെ ചർച്ച ചെയ്തു. അതിന് മുമ്പ് ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, മൗലിക സ്വാതന്ത്ര്യത്തിന് മേൽ നമുക്ക് സർക്കാരിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. നമുക്കറിയാം രാജ്യത്ത് കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ സർക്കാരുകൾ പല നിയമവും പാസ്സാക്കിക്കൊണ്ട് പെട്ടെന്ന് കോടതി നിയമം ചെയ്തുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് മൗലിക സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണം എന്ന ആശയം വരുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ, മനസ്സിലായില്ലേ, ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ചിലപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ തൽക്കാലം നിരോധിക്കേണ്ടി വരും, പിന്നെ വെട്ടിച്ചുരുക്കേണ്ടി വരും. പിന്നെ കലാപങ്ങൾ നിയന്ത്രിക്കാൻ, ക്രമസമാധാനം പാലിക്കാൻ, ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വ്യാപാരം, വാണിജ്യം എന്നിവ നിയന്ത്രിക്കാൻ, വ്യക്തികൾക്ക് മാനഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിയന്ത്രിക്കാൻ. ഇത് നമുക്കറിയാം. മൗലിക സ്വാതന്ത്ര്യം, ഉദാഹരണത്തിന് നമുക്കറിയാം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥ വരുന്നത് തന്നെ പല മൗലിക സ്വാതന്ത്ര്യത്തിനും മുകളിലും നിയന്ത്രണം വരുത്തിക്കൊണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിരോധിക്കുന്ന ഒരു ഘട്ടം ആ സന്ദർഭത്തിലാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സർക്കാരിന് മൊത്തം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഉള്ള സതുദ്ദേശത്തോടുകൂടി മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രണം വരുത്താം. അതുപോലെ തന്നെ പെട്ടെന്ന് കലാപം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അതിന് ജനങ്ങളെ നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സായ റൈറ്റ് ടു അസംബ്ലി, കൂട്ടം കൂടി നിൽക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും അപ്പോൾ ഇവിടെ കലാപങ്ങൾ നിയന്ത്രിക്കുമ്പോൾ കൂട്ടം കൂടാൻ പാടില്ല, 144 നമുക്കറിയാലോ, കൂട്ടം കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കൂടിച്ചേരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരോ ബന്ധപ്പെട്ട നിയമാധികാരികൾ നിയമങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ കലാപങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും. അപ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നേരിട്ടോ നേരിട്ടല്ലാതെയോ അവരുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലെ കണ്ടേക്കാം. അപ്പോൾ അത് ഈ 5 ഘട്ടങ്ങളിലാണ്
ഈ മൗലികാവകാശങ്ങൾ ചിലപ്പോൾ നിയന്ത്രിക്കേണ്ടി വരുന്നത്. മൗലികാവകാശങ്ങളെല്ലാം സ്ഥിരമായി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അതിന് നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത് കാണാം. അപ്പോൾ വലത്തുഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവും, ഭരണഘടന തൊഴിൽ തൊഴിൽ മനുഷ്യക്കച്ചവടം എന്ന് നിരോധിക്കുന്നു. അതുപോലെ തന്നെ വ്യവസായശാലകൾ, ഖനികൾ തുടങ്ങിയ അപകടകരമായ മേഖലകളിൽ 11 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നു. ഇത് പറഞ്ഞു വരുന്നത് അടുത്ത ഒരു അവകാശത്തിൻ്റെ വിസ്തീർണമാണ്. അടുത്ത അവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള അവകാശമാണ്. 2 അവകാശം ഞങ്ങൾ പറഞ്ഞു: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എന്താണ് ചൂഷണം എന്ന് നമുക്കറിയാം. നമ്മളെ ജോലി ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ പല സന്ദർഭത്തിലും ഈ കുട്ടികളെ ബാലവേല ചെയ്യിപ്പിക്കുക. അത് ചെയ്യിപ്പിക്കുന്നവർ ഇവർക്ക് തുച്ഛമായ വേതനം കൊടുത്തുകൊണ്ട് അവർ ജോലി എടുപ്പിക്കുക. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് ബാലവേല മാത്രമല്ല, തൊഴിൽ സ്ഥലത്തും ഈ ചൂഷണം എല്ലാ സ്ഥലത്തും, തൊഴിൽ സ്ഥലത്ത് പ്രത്യേകിച്ചും ചൂഷണങ്ങൾ നമുക്ക് കാണാം. പരിമിതമായ വേതനം കൊടുത്തുകൊണ്ട് അവരെ അർഹിക്കുന്ന വേതനം കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ചൂഷണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ബോക്സ് കൊടുത്തതാണ്: നേഴ്സുമാരുടെ ചുരുങ്ങിയ വേതനം വിജ്ഞാപനമായി. 2.3 കോടികൾ കുട്ടികളായത് ബാലവേല ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് നേഴ്സുമാരുടെ ചുരുങ്ങിയ വേതനം വിജ്ഞാപനമായി. എന്തുകൊണ്ടാണ് അങ്ങനെ നേഴ്സുമാർക്ക് ചുരുങ്ങിയ വേതനം പറയുന്നത്? പല ആശുപത്രികളും ഞങ്ങൾക്ക് നേഴ്സുമാർക്ക് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സർക്കാർ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് ചൂഷണത്തിനെതിരായുള്ള അവകാശം ആക്കിക്കൊണ്ട് നേഴ്സുമാർക്ക് നിശ്ചിത വേതനം, ഒരു ദിവസത്തെ വേതനം ഇത്രയാണ് എന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറവ് വേതനം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചൂഷണത്തിനെതിരായുള്ള എവിടെ ജോലി സ്ഥലത്തായാലും അതുപോലെ തന്നെ പൊതുസ്ഥലത്തായാലും അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ജോലി ഏർപ്പെടുമ്പോൾ അവിടെയുള്ള ചൂഷണം, നമ്മളെ അർഹതപ്പെട്ട വേതനം തരാതെ, അർഹതപ്പെട്ട പ്രതിഫലം തരാതെ ഞങ്ങളെ വേല ചെയ്യിപ്പിക്കുക, അതാണ് ചൂഷണം എന്ന് കാര്യമായി പറയുന്നത്. ഈ ചൂഷണത്തിനെതിരെ നമുക്ക് സംരക്ഷണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ നിയമങ്ങളും ആക്റ്റുകളും അതുപോലെ തന്നെ നിയമ വ്യവസ്ഥിതികൾക്ക് ഈ വേതനം സംരക്ഷിക്കുന്ന ഭാഗമായിട്ട് അതുപോലെ തന്നെ മിനിമം വേജസ് ആക്ട് എന്നൊക്കെ വരുന്നത്. അപ്പോൾ ചുരുങ്ങിയ വേതനം നിശ്ചയിച്ചു വിവിധ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണം തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. എല്ലാ തരത്തിലുള്ള ചൂഷണം അവസാനിപ്പിക്കലാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ചൂഷണം അവസാനിപ്പിക്കുകയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം ലക്ഷ്യമിടുന്നത്. എല്ലാ തരത്തിലുള്ള ചൂഷണവും, അത് ശാരീരികമായി കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചുള്ള ചൂഷണമാകാം, കൂടുതൽ സമയം ജോലി ചെയ്തിപ്പിച്ചുള്ള ചൂഷണമാകാം, അവധി ദിനങ്ങളിൽ ജോലി ചെയ്തിപ്പിച്ചിട്ടുള്ള ചൂഷണമാകാം. അങ്ങനെ ഒരു വ്യവസ്ഥതയില്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ, തൊഴിൽ നിയമങ്ങളൊന്നും പാലിക്കാതെ ജോലി ചെയ്യിപ്പിക്കുക, അതിൻ്റെ ശമ്പളം, അതിൻ്റെ ഉടമ അത് കൈപ്പറ്റുക എന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള നിയമം നടപ്പിലായിക്കൊണ്ട് ഈ ചൂഷണത്തിനെതിരായ സംരക്ഷണം, അവകാശം എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ 3ാമത്തെ റൈറ്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ചൂഷണത്തിൻ്റെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ആ ആശയത്തിലുള്ള പോലെ തന്നെ ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. അപ്പോൾ മതത്തിൽ നമുക്ക് മതം സ്വീകരിക്കുന്നതിലോ മതങ്ങൾ ഒഴിവാക്കുന്നതിലോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തിലും നമുക്ക് പ്രവർത്തിക്കാം, ഏത് മതത്തിൻ്റെ ആശയം ഏത് വ്യക്തിക്കും പ്രചരിപ്പിക്കാം എന്നുള്ള മതസ്വാതന്ത്ര്യം, മതവിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സ്വന്തം വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്, അത് സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലാ മതത്തിലെ ആൾക്കാർക്കും അവരുടേതായ വിശ്വാസങ്ങൾ, അവരുടേതായ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഭരണഘടന ആമുഖം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ മതസ്വാതന്ത്ര്യം എന്നുള്ള അവകാശം നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. നമ്മൾ വിശ്വസിക്കുന്ന മതം, അത് ജനനം കൊണ്ട് ഉണ്ടാകുന്ന മതമാകാം. ആ മതം അതിൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ മതം സ്വീകരിക്കാം.
അതും ആ മത വേറെ മതം സ്വീകരിച്ച മത താല്പര്യമുള്ള തിരിച്ച് ആദ്യത്തെ മതത്തിൽ തന്നെ വരാം. അതുപോലെ തന്നെ മതത്തിൽ തന്നെ ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ നമ്മൾ പൊതു സ്ഥലങ്ങളിൽ നമുക്ക് ആചരിക്കാം. സോ ഈ ആചാരങ്ങളിൽ ആചരിക്കുന്നതിൽ നമുക്ക് ഒരു നിയന്ത്രണവും സർക്കാരിന് ഞങ്ങളുടെ മുകളിൽ ഏർപ്പെടുത്താൻ പറ്റില്ല. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് മൂന്നാമത്തെ അവകാശമായിട്ട് നമുക്കിവിടെ പറയുന്നത്. നമുക്കറിയാം, ഈ ഭരണഘടനയുടെ ആമുഖം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലുള്ള സമത്വം സംതൃപ്തമാക്കാനും അവർക്കെല്ലാവർക്കും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം ഉറപ്പുവരുത്തുവാനും സഹകൗരവും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഭരണഘടന നിയമമാക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ഈ ഒരു വർഷത്തിൽ. അപ്പോൾ അതിനകത്ത് ഭരണഘടനയുടെ ആമുഖമാണ് അതിൻ്റെ അടിസ്ഥാന ശില എന്ന് നമുക്ക് ഭരണഘടനയുടെ അടിസ്ഥാന ശില എന്ന് നമുക്കറിയാം. ആമുഖം തന്നെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഇത് കേട്ട് കാണും. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നത്. ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ പരമാധികാരം, ഇന്ത്യക്ക് തനതായ സ്വതന്ത്രമായ അധികാരമുണ്ട് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ അധികാരത്തിന് മുകളിൽ കടന്നു കയറാനുള്ള അധികാരമില്ല. ഇന്ത്യക്ക് സ്വതന്ത്രമായ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സ്ഥിതി സമത്വം, തുല്യത എന്നുള്ളത് നമുക്കുണ്ട്. അതുപോലെ തന്നെ മതേതരത്വം, ഒരു മതത്തിനോടും പ്രത്യേക പരിഗണനയില്ലായ്മ, അല്ലെങ്കിൽ എല്ലാ മതത്തോടും തുല്യമായ പരിഗണന. അതോടൊപ്പം തന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ജനങ്ങളാണ് അവിടെ പൂർണ്ണമായ അധികാരി. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാര വ്യവസ്ഥിതിയാണ് ഇന്ത്യയിലുള്ളത്. അതാണ് ജനാധിപത്യം. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്നതും ഈ സംസ്ഥാന കേന്ദ്ര ഭരണ വ്യവസ്ഥിതി. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലൂടെ ഈ കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്നു. ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ ഒരു വ്യവസ്ഥിതിക്കാണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ കാഴ്ചപ്പാടോട് കാണുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാടടങ്ങിയ ഒരു ആമുഖത്തിൽ മൊത്തം ചുരുക്കിയിട്ടാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ മതേതര എന്ന് പറയുന്നൊരു വാക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് മറ്റൊരു തരത്തിൽ നമുക്ക് പറയുന്നത്. അത് വിശദീകരിക്കാം. താഴെ വരുന്ന ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മതസ്വാതന്ത്ര്യമുള്ള അവകാശം ഈ ബോക്സ് കൊടുത്താൽ കാണും. അപ്പോൾ ഞാൻ സമ്മറിയായിട്ട് മുകളിൽ പറഞ്ഞു. അതുതന്നെയാണ് ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. കണ്ടില്ലേ? നമുക്കറിയാം മതം സ്വീകരിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മതമാണ് ജനിച്ചാൽ കിട്ടുന്ന മതമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മതം അങ്ങനെ ജനിച്ചാൽ ഒരു മതം കിട്ടുകയാണെങ്കിലും അത് ചിലപ്പോൾ നമ്മൾ പക്വത എത്തിയാൽ അല്ലെങ്കിൽ ഈ അഡൽട്ടായാൽ മതം നമുക്ക് മാറാം. വേറെ മതം സ്വീകരിക്കാം, വേറെ മതത്തിലെ ആശയം പ്രചരിപ്പിക്കാം. അപ്പോൾ അത് ഇവിടെ ഭരണഘടന തന്നെ അവകാശമായിട്ട് വരുന്നുണ്ട്. ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. 2, മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നോക്കി നടത്താനുള്ള അവകാശം. അങ്ങനെയാണ് ഈ മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ. മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ആ മതവിഭാഗങ്ങളെ സംരക്ഷിക്കാം, പരിചരിക്കാം. അങ്ങനെയാണ് നമുക്ക് ആശുപത്രികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ, അതായത് മൈനോറിറ്റീസിന് ന്യൂനപക്ഷങ്ങൾക്കായാലോ പ്രത്യേക മതവിഭാഗങ്ങൾക്കായാലോ അവർക്ക് അവരുടേതായ ആ മതവിഭാഗത്തെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, പരിചരിക്കാം, നോക്കി നടത്താനുള്ള അവകാശം. അതോടൊപ്പം തന്നെ മതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം. അതായത് മതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെ, അതായത് മതത്തിൻ്റെ പേരിൽ നികുതി
കൊടുക്കുക, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ മത പ്രോത്സാഹനത്തിൻ്റെ പേരിൽ നികുതി കൊടുക്കൽ, നികുതി കൊടുക്കുന്നത് അതിനെതിരെ നമുക്ക് അത് പാടില്ല എന്ന് നിയമത്തിൽ നിരോധിച്ചാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായം പറ്റുന്ന വിദ്യാലയങ്ങളിൽ മതബോധനം നിരോധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ സർക്കാർ സ്ഥാപനങ്ങൾ പോലുള്ള ഓരോ ബക്ക ബോർഡ് അങ്ങനെയുള്ള പിന്നെ മതസ്ഥാപനങ്ങളുണ്ടാകും. ഈ മതസ്ഥാപനങ്ങളിൽ ഈ വിദ്യാഭ്യാസ അവിടെ ധനസഹായം പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നിരോധിക്കുന്നു. മതപഠനത്തിന് മാത്രം അവിടെ പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായം പറ്റുന്ന വിദ്യാലയത്തിനാണ് പ്രത്യേകിച്ച് ബോധനം എന്നുള്ള മെയിൻ അജണ്ട അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റ് വരുന്നത് മതസ്വാതന്ത്ര്യം കഴിഞ്ഞാൽ വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ സ്വാതന്ത്ര്യമാണ്. അത് അപ്പോൾ ആ ബോക്സിൽ കൊടുത്തങ്ങൾ ശ്രദ്ധിക്കുക. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതേതര ഇന്ത്യയെ ശക്തമാക്കുന്നുണ്ടോ, അനുഭവങ്ങൾ പാശ്ചാത്യത്തിൽ വിശദീകരിക്കുക. അത് നിങ്ങൾ സ്വയം ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവും അവകാശം, അത് മതപരമായ അവകാശം പോലെ തന്നെ ഒരു അവകാശമാണ്. റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാം, ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ മതവിഭാഗത്തിനായ ജനതയ്ക്കും അവരുടേതായ സംസ്കാരമുണ്ട്, അവരുടേതായ ഒരു ജീവിത രീതിയാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു വിഭാഗം സ്വീകരിക്കുന്ന അനുവർത്തിക്കുന്ന ജീവിത രീതിയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അത് ആചാരങ്ങളാകാം, അതുപോലെ തന്നെ ആഘോഷങ്ങളാകാം, ഉത്സവങ്ങളാകാം, വിവാഹ രീതിയാകാം, മരണാനന്തര ക്രിയയാകാം. അപ്പോൾ ഇതൊക്കെ ഒരു കൾച്ചറൽ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഓരോ വിഭാഗത്തിനും ഓരോ രീതിയുണ്ട്. ഈ രീതി നമുക്ക് നിലനിർത്താനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഒരു രീതിയിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുന്ന ഒരു സമൂഹത്തിനും മറ്റൊരു സമൂഹത്തോട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ കാണുന്നത്. ഇന്ത്യയിൽ വിവിധ മത പിന്നെ അതുപോലത്തെ ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അതായത് സിഖ് മതം, കൊങ്ങിണി ഭാഷ, അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ ധാരാളമായ ഉള്ള രാജ്യമാണ് ഇന്ത്യ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം ഉറപ്പാക്കേണ്ടതുണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഈ ലക്ഷ്യത്തോടുള്ള അനുസരിച്ചാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം, നമ്മൾ വിവിധ വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് നമുക്കറിയാം. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിത ബോധം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് പല അവകാശങ്ങളും അവർക്ക് സംരക്ഷിച്ച് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷ, ലിപി, സംസ്കാരം, അതുപോലെ തന്നെ എന്നിവ സംരക്ഷിക്കാൻ പരിപോഷിക്കാൻ അവകാശമുണ്ട്. ഓരോ ന്യൂനപക്ഷങ്ങൾക്ക് നമുക്കറിയാം, കന്നഡ ഭാഷ ന്യൂനപക്ഷ ഒരു വിഭാഗത്തിന് അവരുടെ ഒരു ഭാഷ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തുള്ള ഭാഷ അവരുടെ സംസ്കാരമാണ് അവിടെ നിലനിർത്താനുള്ള അവകാശമായിട്ട് വരുന്നത്. മതം, ഭാഷ ന്യൂനപക്ഷങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും നോക്കി നടത്താനും അവകാശമുണ്ട്. അത് ന്യൂനപക്ഷ മൈനോറിറ്റീസ് എന്ന് പറയും. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ, കേരളത്തിലാണ് നമുക്കറിയാം മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈഴവ എസ് എൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലും കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയിലും അതിന് വ്യക്തമായ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ മുസ്ലിംസ്, അതുപോലെ തന്നെ ഹിന്ദുസ്, അവരൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഭരണഘടന അവകാശമായത് എന്ന ഒറ്റ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പം സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അതാണ്. അതിന് നെക്സ്റ്റ് വരുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ലാസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്, അതിന് മുമ്പ് ഒരു ബോക്സിലിട്ട് വിട്ടുപോയ എന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ. ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദേശീയ തലത്തിൽ രൂപീകരിച്ച കമ്മീഷനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം, ന്യൂനപക്ഷ വിദ്യാലയങ്ങൾ, അത്തരങ്ങൾ പദവി നൽകൽ തുടങ്ങിയവയിൽ തീരുമാനമെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷനാണ്. അവരുടെ ക്ഷേമത്തിന് ആവശ്യമായ വിവിധ പദ്ധതികൾ കമ്മീഷൻ നൽകുന്നു. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ മറ്റ് ചെറിയ സമുദായത്തിന് അവർക്ക് നിയമപരീക്ഷ കൊടുക്കുന്ന ഭാഗമായിട്ട് അവരുടെ കാര്യങ്ങൾ നേടുന്നുണ്ടോ, ഭരണഘടനയിൽ ഗ്യാരണ്ടി നൽകുന്ന അവകാശങ്ങൾ നേടുന്നില്ല എങ്കിൽ അവന് പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ അവരുടെ ഗ്രീവൻസ്, അവരുടെ പരാതികൾ കേൾക്കാനുള്ള ഒരു വേദിയായും ന്യൂനപക്ഷ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷ കമ്മീഷൻ
ആണ് ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് ലാസ്റ്റ് ഭരണഘടനാപരമായ അവകാശം കാണാനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അതായത് അംബേദ്കർ തന്നെ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ 31ാം വകുപ്പ് എന്നായിരിക്കും. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ അവസാനത്താണെങ്കിലും അത് ഫസ്റ്റ് പരിഗണനയുള്ള ഒന്നാക്കി കാണാം. അംബേദ്കർ പറഞ്ഞ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അതായത് ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കുന്ന ഏതെങ്കിലും അവസരം ഉണ്ടായാൽ നമുക്ക് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി നമുക്ക് അവകാശങ്ങൾ ഉറപ്പ് ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് അവകാശ പത്രിക അല്ലെങ്കിൽ അവകാശം അവിടെ സമർപ്പിക്കാവുന്നതാണ്. അതായത് ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തമ പരിഗണന ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനയുടെ 32ാം വകുപ്പ് എന്നായിരിക്കും. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയ ആത്മാവാണ്. ഭരണഘടനയുടെ 32ാം വകുപ്പിന് എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്ന, നിരസിക്കുന്ന ഘട്ടം ഉണ്ടാകും ഒരു വ്യക്തിക്ക്. ഈ 6ഓളം മൗലിക അവകാശങ്ങളുണ്ട്, അതിൽ തന്നെ സബ്ബായി വരുന്ന മൗലിക അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ ഏതെങ്കിലും ഭരണകർത്താക്കൾ നമുക്ക് നിഷേധിക്കാം. ഈ നിഷേധിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെ കോടതിയിൽ പോയി നമുക്കത് നേടാനുള്ള അവസരം തേടാവുന്നതാണ്. അപ്പോൾ അവ നിഷേധിക്കുമ്പോൾ പരിഹരിക്കുന്നതിനുള്ള മാർഗവും ഭരണഘടനയിൽ ഉണ്ടാവണം. അങ്ങനെയാണ് പരിഹരിക്കുന്ന ഭാഗമായിട്ടാണ് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ നമുക്കറിയാവുന്നതാണ്. എന്തൊക്കെ 5-6 വ്യത്യസ്തമായ നിയമ നടപടികളിലൂടെ നമുക്ക് ഭരണഘടനയിൽ വരുന്ന ഭരണഘടനാപര അവകാശം ലഭ്യമാക്കുന്നതിൽ അത് അവകാശം നേടാനുള്ള വഴി ഉള്ളത്. ആ വഴിയാണ് നമുക്ക് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇതിന് അനുസരിച്ച് ഏതെങ്കിലും മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് റിട്ടുകൾ ഫയൽ ചെയ്യാനും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധിക്കും. ആ റിട്ടുകളാണ് നമ്മൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നൽകുന്ന പ്രത്യേക കേസ് ഫയലാണ് റിട്ട് കൊടുക്കുന്നതാണ്. ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, പ്രോഹിബിഷൻ, കോവാറണ്ടോ, സെൻഷോറി എന്നിവയാണ് മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ. അപ്പോൾ മനസ്സിലായി, ഈ മൗലികാവകാശ ലംഘനം വരുമ്പോൾ ഞങ്ങൾ ഏത് വഴിയിൽ കൂടിയാണ് ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുക? ആ വഴിയാണ് ഒന്ന് ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, പ്രോഹിബിഷൻ, കോവാറണ്ടോ, സെൻഷോററി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വിശദീകരിച്ച് പറയാനുണ്ട്, പക്ഷേ നിങ്ങൾ ആ തൽക്കാലം ആ പേര് മാത്രം ശ്രദ്ധിക്കുക. ഈ റിട്ട് ഹർജിയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ലഭ്യമാക്കാനുള്ള വഴി. അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതിയിലും ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാം. മറ്റ് കീഴ്ക്കോടതികൾക്ക് ഇത്തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അവകാശമില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മറ്റ് കീഴ്ക്കോടതികൾക്ക് ജില്ലാ ഡിസ്ട്രിക്ട് പോലുള്ള കോടതികൾക്കൊന്നും, ചെറിയ കോടതികൾക്കൊന്നും ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ അത്ര വ്യക്തികൾക്ക് അത്ര ഉത്തരവ് കൊടുക്കാനുള്ള അവകാശമില്ല. മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി അത് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ മറ്റ് വരുന്നത് ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൂടാതെ ഒരു ഭാഗം കൂടിയുണ്ട്, അതാണ് നിർദ്ദേശക തത്വങ്ങൾ. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6ഓളം ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ പറഞ്ഞു. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് മുമ്പ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു വ്യക്തിയുടെ എല്ലാ അവകാശങ്ങളും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്താത്ത ചില അവകാശങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നിർദ്ദേശക ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. അത് നിർദ്ദേശക തത്വങ്ങൾ കാര്യമായിട്ട് വരുന്നത്, അത് ഒരിക്കലും നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ അവകാശം പോലെ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. നിർദ്ദേശ തത്വങ്ങൾ പലപ്പോഴും ഈ രൂപീകരിക്കുന്നത് അതാത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പിന്നെ ജനക്ഷേമത്തിന് വേണ്ടി, അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത്
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത്തരത്തിലുള്ള നിരവധി പദ്ധതി നടപ്പിലാക്കാറുണ്ട്. പദ്ധതി കണ്ടില്ലേ, അതായത് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നു, അന്ത്യോദയ കാർഡ് സൗജന്യമായ നിരക്കിൽ അരി, 2020 എല്ലാവർക്കും പാർപ്പിടം ലക്ഷ്യമിട്ട ലൈഫ് പദ്ധതി, മായം കലർന്ന വെളിച്ചെണ്ണ ബ്രാൻഡുകൾ നിരോധിച്ചു, തൊഴിലുറപ്പ് പദ്ധതി നേട്ടം കേരളം കൊയ്തു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ ആയിട്ട് സർക്കാർ കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. ഈ നിയമം കൊണ്ടുവരുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവകാശങ്ങൾക്ക് കവർ ചെയ്യാത്ത വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങൾ സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ ഇവിടെ കാണും, സമാനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ പങ്കാളിയായോ പദ്ധതിയായോ ഗുണങ്ങൾ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവം പങ്കുവെക്കും. ഗവൺമെൻറ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന അടിസ്ഥാനം എന്താണ്? ഇനിയിപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൂടാതെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നിർദ്ദേശക തത്വങ്ങളുണ്ട്. എന്ത് വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യുന്നത്? ഗവൺമെൻറ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുകയാണ് ഇവയുടെ ലക്ഷ്യം. ശ്രദ്ധിക്കണം, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുകയാണ് ഈ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ രാഷ്ട്ര നയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നു. ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് ഇത്തരം പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പരിപാടി ഉൾപ്പെടുത്തി നടത്തണം എന്നുള്ളതാണ് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അനുശാസിക്കുന്നത്. ഇപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ വിവിധ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾ ഇവ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാ നയങ്ങൾ രൂപീകരിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനമായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ, മൗലിക അവകാശങ്ങളെ ദോഷകരമായി ബാധിക്കാതെ വേണം ഇത്തരത്തിലുള്ള നിർദ്ദേശ തത്വങ്ങൾ സർക്കാരുകൾ രൂപീകരിക്കാൻ. അപ്പോൾ സാമൂഹ്യ സാമ്പത്തിക നീതി ഉറപ്പാക്കണം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാൻ കഴിയാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുക ആണല്ലേ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങളിലേതുപോലെ പൗരന് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിച്ചാൽ ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, സെൻഷോററി എന്ന് പറഞ്ഞു അങ്ങനെ വഴികളിലൂടെ നമുക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിച്ചതിന് ഹൈക്കോടതിയും സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ലഭ്യമാക്കിയില്ലെങ്കിൽ, അത് സർക്കാർ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും കാര്യക്ഷമത കുറഞ്ഞു പോയെങ്കിൽ അതിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങളിലേതുപോലെ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അതാണ് മൗലിക അവകാശങ്ങൾ പറയുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന പോലെ തന്നെ ബാക്കി ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം മൗലിക അവകാശം കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് മൗലികമായ കർത്തവ്യങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുണ്ട്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നമ്മൾ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായി മാത്രം പരിഗണിക്കപ്പെടേണ്ട വസ്തുതകളാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ അത് ഒരു ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് വിശകലനം ചെയ്യുന്നു. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗലിക കർത്തവ്യം ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് വിശകലനം ചെയ്യും. അപ്പോൾ മൗലിക അവകാശങ്ങളോടൊപ്പം മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 മൗലിക കർത്തവ്യങ്ങൾ. രാഷ്ട്രം അവകാശങ്ങൾ ലഭ്യമാക്കുമ്പോൾ രാഷ്ട്രത്തോടും സമൂഹത്തോടും നമുക്ക് കടമകളുണ്ട് എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൗലിക അവകാശങ്ങൾ നമ്മുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ജനക്ഷേമവും രാഷ്ട്രപുരോഗതിയും ഉറപ്പാക്കുന്നു. അതോടെ മൗലിക കർത്തവ്യങ്ങൾ പൗരത്വബോധമുള്ളവരെ ഒരു ജനതയെ സൃഷ്ടിക്കുന്നു ആണല്ലേ. മൗലിക അവകാശങ്ങളും ഡയറക്റ്ററി പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഓരോന്നിനും വ്യക്തമായ ലക്ഷ്യം കാണുന്നില്ലേ. രാഷ്ട്രം അവകാശങ്ങൾ ലഭിക്കുമ്പോൾ രാഷ്ട്രത്തോടും സമൂഹത്തോടും നമുക്ക് കടമകളുണ്ട്. അപ്പോൾ നമുക്ക് അവകാശങ്ങൾ കിട്ടുന്നതോടെ തന്നെ ഡ്യൂട്ടീസും ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ജനാധിപത്യ രീതിയാണ് ഇന്ത്യയെങ്കിലും അവിടെ ഇലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൗലികമായ ഡ്യൂട്ടിയാണ്. അതാരും നിർബന്ധിച്ച് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ നമുക്കറിയാം ആ ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ ഞങ്ങൾ ഭാഗവാക്കാക്കിയിരിക്കണം. അപ്പോൾ
ഒരു ഉത്തമ പൗരബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നു ഈ മൗലിക കർത്തവ്യങ്ങൾ. പൗരബോധമാണ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഈ മൗലിക കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും അവിടെ കാണുള്ളൂ. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഒരു ഒരു മാതൃകാ പുരുഷനായിട്ട്, മാതൃകാ പൗരനായിട്ട് അവിടെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ ബോക്സ് കൊടുത്താൽ കണ്ടോ, 6നും 14 ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ സംരക്ഷണത്തിനോ കുട്ടികൾക്കോ അതാത് സംഗതി പോലെ മാതാപിതാക്കൾക്കോ രക്ഷാകർത്താവ് വിദ്യാഭ്യാസ അവകാശങ്ങൾ ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മൗലിക കർത്തവ്യം ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്ന പങ്കുവഹിക്കുന്നു. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഇവിടെ പോയിൻ്റായിട്ട് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് അത് ഇങ്ങനെ ചുരുക്കി പറയാം. അതായത് ദേശീയ പതാക, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ദേശീയ പതാക, അതുപോലെ തന്നെ ദേശീയ ഗാനം ബഹുമാനിക്കുക, ആദരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആശയങ്ങൾ ഉയർത്തി കാണിക്കുക. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക. അതുപോലെ തന്നെ രാജ്യസേവനം, അതുപോലെ തന്നെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക. അതുപോലെ തന്നെ സാഹോദര്യം, എല്ലാ മതവിഭാഗങ്ങളോടും നമ്മൾ സാഹോദര്യം നിലനിർത്തുക. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കുക. അതുപോലെ തന്നെ ശാസ്ത്രബോധം ഉണർത്തുക, ശാസ്ത്രബോധം നിലനിർത്തുക. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അവൻ്റെ ഉന്നതിക്ക് വേണ്ടി പരിശ്രമം ചെയ്യുക. അതുപോലെ തന്നെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള ഏജ് ഗ്രൂപ്പ് ജനതയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക. അങ്ങനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇത്തരത്തിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ട്. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങളും അവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കാം, മൗലിക പൗരബോധം എങ്ങനെ വളർത്തിയേക്കാം, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എങ്ങനെയാണ് വളർത്തിയെടുക്കാനുള്ള ഈ അവസരങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാഠത്തിന് കൺക്ലൂഡ് ചെയ്യാം. ഈ ബോക്സ് കാണുന്ന പോലെ നമുക്കറിയാം പൗരബോധം എങ്ങനെ വളർത്തിയെടുക്കാം. ജനങ്ങൾ പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ചിന്തിച്ചിട്ടുണ്ടോ? വിവിധ സാമൂഹിക സ്ഥാപനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പൗരബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ചില സ്ഥാപനങ്ങൾ അവയുടെ പങ്കും സൂചിപ്പിക്കുന്ന ചാർട്ട് കാണാം. ഇപ്പോൾ കുടുംബം നമുക്കറിയാം, മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിപ്പിക്കുന്നു, കർത്തവ്യബോധം വളർത്തുന്നു, സേവന സന്നദ്ധത രൂപീകരിക്കുന്നു. അതോടുകൂടി പൗരബോധം അവലുണ്ടാകുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസം മൂല്യബോധം ഉണ്ടായിരിക്കണം, നേതൃത്വം ഉണ്ടായിരിക്കണം, ശാസ്ത്രബോധം എന്നിവ വളർത്തുന്നു. സാങ്കേതികവിദ്യ ശരിയായി ഉപയോഗപ്പെടുത്തുന്നു. ഇതും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ പൗരബോധം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി വിദ്യാഭ്യാസം നേടണം. ആ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇത്തരത്തിൽ മൂല്യബോധവും ശാസ്ത്രബോധവും അവനിൽ ഉണ്ടാവുള്ളൂ. അതുപോലത്തെ സംഘടനകൾ, പല സംഘടനകൾ രൂപീകരിച്ചാൽ മാത്രമേ സേവന സന്നദ്ധത ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയ ബോധവും ജനാധിപത്യവും വളർത്തുന്നു, ചിന്തയും പ്രവർത്തിക്കും രൂപപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഈ പൗരബോധം വളർത്തുന്നതിൽ വലിയ പങ്കുണ്ട്. വിവരങ്ങൾ ജനങ്ങളെത്തിച്ച് ആശയരൂപീകരണം സഹായിക്കുന്നു. തുറന്ന സംവാദങ്ങളിലൂടെ ശരിയായ നിഗമനം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നു. അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വേദികൾ, ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ മാത്രമേ നമുക്ക് പൗരബോധം വളർത്താൻ സഹായിക്കൂ. അപ്പോൾ ഇത്ര മാത്രമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഡയറക്ടറി നിർദ്ദേശ തത്വങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതിൽ ഈ പാഠഭാഗം ഒരിക്കൽ വായിക്കുന്നതോടുകൂടി ഈ മുഴുവൻ ആശയവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പോയിൻ്റുകൾ, സൈഡിൽ കൊടുത്ത ടെസ്റ്റ് കൊടുത്ത പോയിൻ്റുകൾ അതുപോലെ തന്നെ നിങ്ങൾ ആശയം മനസ്സിലാക്കി ബൈഹാർട്ട് പഠിക്കുക. SLCക്ക് പൂർണ്ണമായും ആ ഭാഗത്ത് മാർക്ക് വാങ്ങാൻ നിങ്ങളെ അത് ഉപകരിക്കുന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.